ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഒരു പിക്കിൾ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ സാൽമൺ ഫിഷ് തന്നെ ഉണ്ടാക്കി നമുക്ക് തയ്യാറാക്കാൻ വിചാരിച്ചു. അപ്പോൾ സാൽമൺ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ, ക്ലീൻ വാട്ടറിൽ വളരുന്ന ഫിഷാണ്. എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രികളിൽ വളരെ കോസ്റ്റ്ലി ഫിഷാണ്. വളരെ ടേസ്റ്റ്, വളരെ നൈസ് ടേസ്റ്റ് ഉള്ള ഫിഷാണ്. അപ്പം നമുക്ക് ആ പിക്കിളൊന്ന് തയ്യാറാക്കാം, സാൽമൺ പിക്കിൾ. അതിനായി ഫ്രണ്ട്സ് നമുക്ക് വേണ്ടുന്നത് മുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, വറ്റൽ മുളക്, കരിയാപ്പില, കടുക്, വിനാഗിരി, ഉപ്പ്, പിന്നെ കായപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്ക് ആദ്യമായിട്ട് കടുക് വറുത്തിട്ട് അതിനുശേഷം നമുക്ക് ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗാർലിക് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ആ മസാലകൾ, ഈ മുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം നമുക്ക് ക്രമം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇളം ചൂടിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് ആ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നമുക്ക് റേഞ്ചിൽ വെച്ച് നന്നായിട്ട്, അതായത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം, ഉപ്പ് കറക്റ്റ് ആണോ എന്ന്. പോരാതെ വന്ന് അല്പം കൂടെ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുമ്പം നമ്മുടെ ഗ്രേവി റെഡിയാണ്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കിയ കട്ട് ചെയ്ത ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത സാൽമൺ പീസ്, അത് ഞാൻ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അല്പം ലൈം ജ്യൂസ്, ജീരകപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം അത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് റെഡിയാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് അല്പനേരം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാണ്. അപ്പോൾ ഇത് 2-3 ദിവസം കഴിഞ്ഞ് എടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതങ്ങനെ ആ മസാലയിലിരുന്നൊന്ന് പിടിക്കണം. ഇത് ഞാനിപ്പം അല്പം ടേസ്റ്റിങ്ങിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് 1 വർഷം വരെ കേടുകൂടാതെ ഈ പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 വർഷം വരെ ഒരു കുഴപ്പവും പറ്റാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോയോടുകൂടി കാണാം. താങ്ക് യു വെരി മച്ച്.